നമസ്കാരം. നമ്മുടെ ഡിക്കി നായരെ കുറിച്ച് കുറെ വിവരം കിട്ടി. ഇവനാണല്ലോ ഈ നാട്ടിൽ വലിയ മാന്യൻ ചമഞ്ഞ് നടക്കുന്നത്. സാധാരണഗതിയിൽ സമൂഹത്തിൽ മാന്യരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല. പക്ഷേ മാന്യൻ എന്ന് സ്വയം ചമഞ്ഞുകൊണ്ടും ഈ പണവും ശകലവും പ്രശസ്തിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വയം ആരാകുകയാണ്. സൂപ്പർ സ്റ്റാർ കളിക്കുന്ന ചില തെങ്ങുമൂട്ടിൽ രായപ്പൻ നായന്മാരുണ്ട്. അതുപോലുള്ള ഒരു രായപ്പൻ നായരാണ് നമ്മുടെ ഡിക്കി നായർ എന്ന് പറയേണ്ടി വരികയാണ്. ഡിക്കി നായർ ഈ എരവ് കാറുകളുടെ പേരിൽ കുറെ കമ്പനികളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കി അതിന്റെ പേരിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്താണല്ലോ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ നാട്ടിലെന്തോ ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തോ ഒരു ഇരിപ്പിടം നേടിയ പോലെയാണ് ഈ നായരുടെ പ്രവൃത്തി. പക്ഷേ ഈ നായരെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. ഒരു മാങ്ങാണ്ടി കിളിർത്ത വിഷയം. ഡിക്കി തുറന്നപ്പോൾ മാങ്ങാണ്ടി കിളിർത്ത സംഭവത്തെക്കുറിച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് വാർത്ത കണ്ടിട്ട് പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലരൊക്കെ വിളിച്ചതിന് ശേഷം ഡിക്കി നായരുടെ കയ്യിരിപ്പിനെ സംബന്ധിച്ച് പല അനുഭവ കഥകളും പറഞ്ഞു. നാട്ടുകാർ കൂടി അറിഞ്ഞിരിക്കണം. വിഗും വെച്ച് ആളുമാറി നടക്കുന്ന ഡിക്കി നായരുടെ കയ്യിലിരിപ്പ് നിങ്ങൾ പണ്ടത്തെ സിനിമകൾ കണ്ടിട്ടില്ലേ? ഈ വീക്ക്നെസ് ഉള്ള പല ആൾക്കാരന്മാർ, ഈ ഞരമ്പ് വീക്ക്നെസ് ഉള്ള ആൾക്കാർ അതേ കാറ്റഗറിയിൽ പെടുത്താം. ഏതുപോലെ രാഹുൽ മാങ്കാണ്ടിയൊക്കെ ഇപ്പോൾ ഒന്നും പറയാതെ ന്യായീകരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മുകേഷ് നായരെ കുറിച്ച് ഒന്നും പറയാതെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. അതേ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ഡിക്കി നായർ. ഡിക്കി നായരുടെ കയ്യിരിപ്പിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ അറിയണം. ഡിക്കി നായർ നല്ലൊരു തല്ലുകൊള്ളിയാണ്. ആ തല്ലുകൊള്ളി എന്തിന്റെ പേരിലാണ് നടത്തിയിരിക്കുന്നത്? ഈ ഞരമ്പം പ്രവർത്തനത്തിന്റെ ഭാഗമായി. ഇതും പോരാഞ്ഞിട്ട് നല്ലൊരു സാമ്പത്തിക തട്ടിപ്പുകാരനും കൂടിയാണ്. അതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇദ്ദേഹം മുമ്പ് മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. മാതൃഭൂമിയിൽ നിന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായിട്ടും ഒരു പാർട്ണർഷിപ്പിലൂടെ കുറച്ചു പേരുമായി ചേർന്നു ടോപ്പ് ഗിയർ എന്നുള്ള മാഗസീനൊക്കെ നടത്തിയിരുന്നു. ഈ മാഗസീനൊക്കെ നടത്തി ആ പാർട്ണർഷിപ്പ് നടത്തി പാവപ്പെട്ട സഹപ്രവർത്തകരെയും ഒപ്പം കുറെ ആൾക്കാരെയും പണം തട്ടിച്ച് വഴിയാധാരമാക്കി മുങ്ങിയിട്ടാണ് പിന്നീട് ഫേസ്ബുക്ക് പേജിലൂടെ പൊങ്ങി നായർ ഒരു മാന്യൻ ചമഞ്ഞ് നടക്കുന്നത്. ഈ മാന്യൻ ഈ സാമ്പത്തിക തട്ടിപ്പിന് പുറമെ തല്ലുകൊള്ളിയും കൂടിയാണ്. തല്ലുകൊള്ളി എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണും പോലെ രോഗിയായിട്ട് അഭിനയിച്ച് സ്ത്രീകളുടെ സഹതാപം പിടിച്ചു പറ്റുക, ആ സഹതാപത്തിൽ ഊന്നിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഞരമ്പം പ്രവർത്തനം കൂടി ഉള്ളതാണ് നമ്മുടെ ഡിക്കി നായർ എന്ന് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഇതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചും അറിയിച്ചിട്ടുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഡിക്കി നായരെ എയർപോർട്ടിലിട്ട് തല്ലിയിട്ടുണ്ട്. ഏതുപോലെ ഡിക്കി നായരുടെ ഒപ്പമൊക്കെ നിൽക്കുന്ന ഈ മറുനാടൻ ഷാജൽസ് കറിയൊക്കെ കിട്ടിയതുപോലെ ഒരു എയർപോർട്ട് തല്ല് ഡിക്കി നായർക്ക് കിട്ടി ഒരു 2 വർഷം മുന്നേ. അതും ഇന്ത്യയിലെ മദ്രാസ് എയർപോർട്ടിൽ വെച്ചിട്ട്. ഡിക്കി നായർ മദ്രാസ് എയർപോർട്ട് വഴിയുള്ള യാത്രയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു താരകത്തിന്റെ ഭർത്താവും അവരും കൂടി വന്ന് എയർപോർട്ടിലിട്ട് ഇടിച്ച് കുട്ടയാക്കി. എന്തിനാണെന്നറിയോ? ഞരമ്പം പ്രവർത്തനം കാണിച്ചതിന്. ഈ ഇടി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിക്കി നായരോടൊപ്പം വേറൊരു നായരും കൂടി ഉണ്ടായിരുന്നു. ആ നായർ ഉടനടി ഡിക്കി നായരെ ഇടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിന്റെ സേവനം അന്വേഷിച്ചു. അപ്പോഴാണ് എയർപോർട്ടിനകത്ത് വെച്ച് തല്ലുകൊള്ളുന്നതിന് പോലീസിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, അതിനകത്ത് സുരക്ഷാ ജീവനക്കാരുണ്ടെന്ന്. പക്ഷേ ബാത്റൂമിനകത്ത് വിളിച്ചുകൊണ്ടുപോയി ഇടിച്ച് കുട്ടയാക്കി അവിടെ കളഞ്ഞിട്ട് അവർ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോവുകയും ചെയ്തു. അങ്ങനെ ഡിക്കി നായർ ഇടി കൊണ്ട് പരുവുമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു കഥ കൂടി അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ ഇടി കൊടുത്ത ആളെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് പേരറിയാം. ഇരയുടെ പേര് പുറത്ത് പറഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് അത് പറയാത്തത്. ഇങ്ങനെയുള്ള ഞരമ്പം പ്രവർത്തനങ്ങൾ ചെയ്ത് തല്ലുകൊണ്ട് നടക്കുന്നവൻ വിഗും വെച്ച് കണ്ണാടിയും വെച്ച് പുതിയ ആളായിട്ട് വന്നിട്ട് ഇരവ് കിട്ടിയ കാറുമായിട്ട് നാടുനില നടന്ന് ഓട്ടോമൊബൈൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കയ്യിരിപ്പ് എന്താണെന്ന് കൂടി നാട്ടുകാർ അറിയുക. കുറച്ച് പ്രശസ്തിയും ഇച്ചിരി പണവും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏത് ഞരമ്പനെയും വാഴ്ത്തുപാട്ട് പാടാൻ ചിലരുണ്ടാകും, പ്രത്യേകിച്ച് നായരാണെങ്കിൽ. ആ രീതിയിൽ നായരെ വാഴ്ത്തുപാട്ട് പാടുമ്പോൾ നായരുടെ കയ്യിലിരിപ്പ് മഹാമോശമാണെന്ന് സഹപ്രവർത്തകരായിട്ടുള്ള വനിതകൾ തന്നെ പറയുന്നുണ്ട്. രോഗിയായി അഭിനയിച്ച് സഹതാപം പറ്റി സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന രോഗി നായർ കൂടിയാണ് ഈ പറയുന്ന വിദഗ്ധൻ. എന്തായാലും ഡിക്കി നായർ ബാക്കിയുള്ളവരെയെല്ലാം കുറ്റം പറയാനും പരിഹസിക്കാനും ഇറങ്ങുമ്പോൾ സ്വന്തം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള ഞരമ്പം വേലയൊക്കെ ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിൽ 10 ആൾക്കൂട്ടമുണ്ട്, അതിനോടൊപ്പം എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്, എന്നെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഞരമ്പ എന്ന് ഈ നാട്ടുകാർ പറയും. അതുകൊണ്ട് നാട്ടുകാർ മനസ്സിലാക്കുക, വിഗും വെച്ചുകൊണ്ട് നടക്കുന്നത് കൂടുതൽ തല്ല് കിട്ടാതിരിക്കാനാണ്. പലയിടങ്ങളിലും കാണിച്ചിരിക്കുന്ന ഞരമ്പം പ്രവർത്തനങ്ങൾ വെച്ചിട്ട് വഴിയിൽ വെച്ച് കിട്ടിയ ആൾക്കാർ പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാണ് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം. ഇപ്പൊ പല വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഈ നാട്ടിൽ ഞരമ്പം പ്രവർത്തനങ്ങൾ കൊണ്ട് കുത്തു കിട്ടിയാൽ വിദേശത്ത് കിട്ടില്ലല്ലോ, അവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള നിലയ്ക്കാണ് പല നാടുകളിൽ ഊര് തണ്ടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പണമുള്ളത് കൊണ്ട് നിസ്തുലമായിട്ടുള്ള പിന്തുണ കൂടി കിട്ടുന്നുണ്ടെന്നാണ് ഡിക്കി നായരുടെ അടുപ്പക്കാർ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യം.